ഭരണഘടനയുടെ സംരക്ഷകനായിട്ട് ഇരിക്കേണ്ടുന്ന ഭരണഘടനാ ദത്തമായ ഒരു അധികാര പദവിയിലിരിക്കുന്ന ഗവർണർ വിശ്വനാഥ് ആർലേക്കർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ശരിയല്ല എന്ന് കേരള സമൂഹമാകെ തന്നെ അദ്ദേഹത്തോട് പറയേണ്ടതുണ്ട്. അദ്ദേഹം നേരത്തെയും പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഭാരതാംബ എന്ന് പറയുന്ന ചിത്രം വെക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഔദ്യോഗികമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങളിത് വെക്കരുത് എന്ന് നേരത്തെയും നമ്മൾ RDX പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം വെച്ചത് ശരിയായില്ല എന്ന അഭിപ്രായം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയിൽ, അതായത് അദ്ദേഹം വ്യക്തിപരമായിട്ട് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയോ RSSൻ്റെയോ അദ്ദേഹത്തിന് ആഭിമുഖ്യമുള്ള സംഘടനയുള്ള RSSൻ്റെ ഒക്കെ പരിപാടിയിൽ അദ്ദേഹം വ്യക്തിപരമായി നടന്ന പരിപാടികൾ അദ്ദേഹം വല്ല വീട്ടിൽ വിരുന്നോ മറ്റോ നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ചിത്രത്തെ വെക്കാം. പക്ഷേ അതല്ലാതെ പൊതുവായിട്ടുള്ള സംഗതികളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിശ്ചിത പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പടം വെക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല. അതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ പരിപാടി നടത്തുമ്പോൾ അദ്ദേഹത്തിന് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൻ്റെ കൊടിയുടെ പിന്നിൽ വെക്കാൻ പറ്റില്ല. അത് പറ്റില്ല. അതങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയുള്ളത്. അപ്പോൾ അത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആവർത്തിച്ച് ചെയ്തതാണ്. അപ്പോൾ ഈ ഭരണഘടനയുടെ അതിരുകൾ ലംഘിക്കുന്നതിൽ അദ്ദേഹം നേരത്തെ തന്നെയും നിഷ്ണാതനായിട്ടുള്ള ആളാണ്. അത് പലപ്പോഴായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വീണ്ടും അദ്ദേഹം അത് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹത്തിന് മാന്യമായിട്ട്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയെയും കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നു ഈ സംസ്ഥാന നിയമസഭ എന്നാണെങ്കിൽ അദ്ദേഹത്തിന് മാന്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ 15, 16 ഈ ഗണ്ണികളൊക്കെ ഒഴിവാക്കില്ല. അതുപോലെ ഒഴിവാക്കി പോകാമായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ വരേണ്ട എന്ന് കരുതിയിട്ട് അദ്ദേഹം വായിക്കാതെ ഒഴിവാക്കി പോകാമായിരുന്നു. പക്ഷേ ഇതിനകത്തേക്ക് അദ്ദേഹത്തിൻ്റെതായുള്ള നിലപാടുകൾ കൂട്ടിച്ചേർത്തു വന്നത് അങ്ങേയറ്റം അക്ഷന്തവ്യമായിട്ടുള്ള ധാർമ്മികമായിട്ടും മറ്റ് ഈ പറഞ്ഞ നിയമപരമെന്നല്ല ഭരണഘടനാപരമായിട്ടും ശരിയല്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും ശരിയല്ല. അദ്ദേഹത്തെ പോലെ വളരെ മുതിർന്നൊരു പൊതുപ്രവർത്തകനായിട്ട് എല്ലാ മേഖലകളിലൂടെയും വന്ന ഇത്രയും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹത്തോട് കേരളം പറയേണ്ടതാണ്. പിന്നെ RN രവിയുടെ കാര്യം നമുക്കറിയാമല്ലോ. RN രവി വെച്ച് നോക്കുകയാണെങ്കിൽ ആർലേക്കർ കുറേ കൂടെ വളരെ ഡീസൻ്റായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. RN രവി ഇങ്ങനെ ഇറങ്ങിപ്പോകുക. പിന്നെ RN രവിയോട് തമിഴ്നാട് സർക്കാർ എടുക്കുന്ന നിലപാടും ഇങ്ങനെയാണ്. അതായത് ഇതിപ്പോൾ വേണമെങ്കിൽ അവിടെ അവർക്ക് ദേശീയഗാനം പാടാത്ത ആളുകളൊന്നും അല്ല തമിഴ്നാട്ടിലെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും. പക്ഷേ ഇയാളെ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് കളയാന്ന് കരുതിയിട്ടാണ് അവർ ഞങ്ങൾ ദേശീയഗാനമല്ല ഇതാണ് പാടുന്നത് തീരുമാനിച്ചത്. ഒരു സംസ്ഥാന സർക്കാരിന് അവിടെ ജനം തിരഞ്ഞെടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന സംസ്ഥാനത്തിന് അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമുണ്ട്. എങ്ങനെ ഭരണഘടനയാൽ നിബന്ധിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ. അല്ലാതെ RN രവിക്ക് പ്രൊവോക്കേഷൻ ഉണ്ടാകും എന്ന് കരുതിയിട്ട് തമിഴ്നാട് സർക്കാർ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്? ഇല്ല. കാരണം അവർക്ക് RN രവിക്ക് കേന്ദ്ര സർക്കാരാണ് പദവി കൊടുത്തതെങ്കിൽ ഈ സർക്കാരുകൾക്ക് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് കേന്ദ്ര സർക്കാരാണ് പദവി കൊടുത്തതെങ്കിൽ ഈ തമിഴ്നാട് കേരള സർക്കാരുകൾക്ക് അവരവരുടെ ജനങ്ങളാണ് അധികാരം കൊടുത്തത്. ജനമാണോ കേന്ദ്ര സർക്കാരാണോ വലുതെന്ന് വെച്ചാൽ ജനമാണ് എല്ലായിടത്തും വലുത്. അപ്പോൾ ജനത്താൽ കിട്ടിയിരിക്കുന്ന ഈ അധികാരത്തെ ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് ഇവർ എന്നാണ് എനിക്ക് തോന്നുന്നത്.